കഴിഞ്ഞ 7 വർഷങ്ങളായി മികച്ച രീതിയിൽ കിഴക്കമ്പലത്ത് പ്രവർത്തിച്ചു വരുന്ന ഡെയ്ഡൽ ഇന്റർനാഷണൽ മ്യൂസിക് അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് കുറുപ്പംപടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ പ്ലേബാക്ക് സിംഗർ നജീം അർഷാദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുനിന്നും 900-ലധികം വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും സ്ഥാപനത്തിൽ പരിശീലനം നൽകി വരുന്നുണ്ട്. കിഴക്കമ്പലത്ത് പ്രവർത്തിച്ചു വരുന്ന ഡെയ്ഡൽ ഇന്റർനാഷണൽ മ്യൂസിക് അക്കാദമിയുടെ രണ്ടാമത്തെ ബ്രാഞ്ച് കുറുപ്പംപടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 7 വർഷങ്ങളായി 900-ലധികം വിദ്യാർത്ഥികൾ ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലനം നടത്തിവരുന്ന സ്ഥാപനമാണ് ഡെയ്ഡൽ ഇന്റർനാഷണൽ മ്യൂസിക് അക്കാദമി. 100-ലധികം പേർക്ക് ട്രിനിറ്റി ക്വാളിഫൈഡ് സർട്ടിഫിക്കറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തുനിന്നുമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പരിശീലനം നടത്തിവരുന്നു. ഡെയ്ഡൽ അക്കാദമി സ്റ്റാർട്ട് ചെയ്തത് കിഴക്കമ്പലത്താണ് 2018 ഏപ്രിൽ 2-ാം തീയതി. ചെറിയൊരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് ഇത്രയും രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു മ്യൂസിക് പാഷൻ ആയതുകൊണ്ട് ആ ഒരു പാഷൻ്റെ ബേസിൽ മാത്രം സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ നമുക്കത് ഒരു 7ഓളം കോഴ്സോട് കൂടി ഇപ്പോൾ ഒരു 1000+ സ്റ്റുഡൻസിനെ ഏകദേശം ട്രെയിൻ ചെയ്യിക്കാനായിട്ട് മൊത്തം സാധിച്ചിട്ടുണ്ട്. നമ്മളൊരു വിഷൻ സെറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി കുട്ടികളുടെ പഠിത്തത്തോടു കൂടി തന്നെ അവർ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ ഇൻട്രസ്റ്റ് കാണിക്കണം. സോ അങ്ങനെ കാണിച്ചുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഇപ്പോൾ കുട്ടികളെന്നല്ല, ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നുന്നു ഫോൺ അഡിക്ഷൻ ആ ഒരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും എക്സ്ട്രാ ആക്ടിവിറ്റീസ്, അതായത് മ്യൂസിക്, ആർട്സ്, അങ്ങനെ എന്തിനെങ്കിലും സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്രീ ടൈം അവർ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോൺ യൂസ് കുറയും. പിന്നെ ഇവർക്ക് പെർഫോമൻസ് സ്കിൽസ് സ്റ്റുഡൻസിൻ്റെ കൂടും, സ്റ്റേജ് ഫിയർ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓൾറെഡി അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യൻ പ്ലേബാക്ക് സിംഗർ നജീം അർഷാദ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. നമ്മുടെ ഒരു റിഫ്ലക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു ആത്മാവിൻ്റെ ഒരു ഭാഷയാണ് സംഗീതം. അപ്പോൾ പുതിയൊരു തലമുറയെ സംഗീതത്തോട് ചേർത്ത് നിർത്താനായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു സ്ഥാപനം അവരുടെ അന്തർലീനമായ കഴിവുകളെ പുറത്തെടുത്ത് മികച്ച കലാകാരന്മാരാക്കി കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അജയ്, വാർഡ് മെമ്പർ സജി, ഡയറക്ടർ സജീവ്, അക്കാദമി ഹെഡ് റജീന തുടങ്ങിയവർ സംസാരിച്ചു. ഓൺലൈനിൽ ഉൾപ്പെടെ സംഗീത പരിശീലനത്തിന് സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ അക്കാദമി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1000-ഓളം പേരെ ഇതുവരെയായി 7 വർഷം കൊണ്ട് പരിശീലനം നൽകുക എന്ന് പറയുന്നത് ഒരു മ്യൂസിക് അക്കാദമിയെ സംബന്ധിച്ച് ചെറിയ ഒന്നല്ല, വലിയൊരു കണക്കാണത്. 7 വർഷങ്ങൾക്ക് മുമ്പ് കിഴക്കമ്പലത്ത് ആരംഭിച്ച ഈ ഡൈഡൽ മ്യൂസിക്കൽ അക്കാദമിയുടെ ഒരു ബ്രാഞ്ച് 7 വർഷം കഴിഞ്ഞ് നമ്മൾ കുറുപ്പംപടിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ സാധാരണക്കാർക്ക് ഒട്ടേറെ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പുതിയ സ്ഥാപനത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുമ്പോൾ നമുക്കൊക്കെ ഏറെ സന്തോഷമുണ്ട്. കീബോർഡ്, ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, ഡ്രംസ്, വെസ്റ്റേൺ ഡാൻസ്, ഗിത്താർ, ക്ലാസിക്കൽ ഡാൻസ്, കർണാട്ടിക് വോക്കൽ, കുംഫു, വയലിൻ തുടങ്ങിയ കോഴ്സുകളിൽ വിദഗ്ധരായ അധ്യാപകർ പരിശീലനം നൽകി വരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ചെറിയൊരു സംരംഭമായിട്ടാണ്. ഒരു ചെറിയൊരു റൂം എടുത്ത് ജസ്റ്റ് 2 കോഴ്സ്, കീബോർഡ് ആൻഡ് ഡ്രംസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴേക്കും നമുക്കത് കോഴ്സസ് ആഡ് ചെയ്യാനായിട്ട് പറ്റി. കീബോർഡ്, ഡ്രംസ്, ഗിറ്റാർ, വയലിൻ, വെസ്റ്റേൺ ഡാൻസ്, കർണാട്ടിക് വോക്കൽ, ഡ്രോയിങ്, അങ്ങനെ നമ്മൾ കോഴ്സസ് ആഡ് ചെയ്തു. ടോട്ടൽ നമുക്കിപ്പോൾ ഒരു 7 years ആയിട്ട് ടോട്ടൽ ഒരു 1000+ സ്റ്റുഡൻസിന് നമുക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് സാധിച്ചു. സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടൻ്റെ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ്. ഈ കുറുപ്പംപടിയിൽ തന്നെ പുതിയ തലമുറകളെ സംഗീതത്തോട് ചേർത്ത് നിർത്താനും അവരെ മികച്ച കലാകാരന്മാരാക്കി മാറ്റാനും വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഈ സ്ഥാപനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ നാടിൻ്റെ തന്നെ വലിയൊരു സാംസ്കാരിക കേന്ദ്രമായി ഇത് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.